എന്നുള്ളതാണ് എന്റെ പക്ഷം. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, കേരളത്തിലെ വോട്ടർമാർ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യ ബോധത്തോടെ വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു ഓപ്പോസിഷനാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ളത് ദേശീയ തലത്തിൽ. അത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കർണാടകത്തിൽ ഉൾപ്പെടെ നമ്മളെല്ലാം കാണുന്നതാണ്. അപ്പം കേരളത്തിലെ ജനങ്ങൾ ഇത് നേരിട്ട് കാണുകയാണ്. MA ബേബി നേരിട്ടാണ് ബീഹാറിൽ പോകുന്നു, എല്ലാ തരത്തിലും കോൺഗ്രസിനോടൊപ്പമാണ്, അവരുടെ പോസ്റ്റേഴ്സിലെല്ലാം ഒന്നിച്ച് നിൽക്കുന്നവരാണ്. അപ്പം ഈ ഒന്നായതിനെ കേരളത്തിൽ രണ്ടായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ വിചാരിച്ചു ഇനി ഒന്ന് മതി എന്നുള്ളതാണ്. അതായത് ഒരു നരേന്ദ്രമോദിക്കെതിരായ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ഒരു അവകാശികൾ മതി എന്നുള്ളൊരു ഭാഗം. അതുകൊണ്ട് തന്നെ കനൽ ഒരു തരി എന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് അണയാൻ പോവുകയാണ്. ശ്രീ ഹക്സർ സൂചിപ്പിച്ചതുപോലെ ഇത് ആധികാരികമായി പറയുകയാണ്, ത്രിപുരയും ബംഗാളിലും CPM-ന് സംഭവിച്ചതിനെ കേരളത്തിൽ സംഭവിക്കും. അടിസ്ഥാനപരമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് വിഭിന്നമായ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർ അഹങ്കാരവും ധാർഷ്ട്യവും തുടർന്നാൽ ഇനിയും കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം മാറി ചിന്തിച്ചു, കേരളവും മാറി ചിന്തിക്കുന്നതിൻ്റെ സൂചനകളാണ് ദൃശ്യമായിരിക്കുന്നത്.